ഷാലി താമസല്ല സുരേഷ് ഇപ്പൊ പോയി കാണും. സുരേഷിനകത്ത് നിൽക്കുന്നില്ലേ ചേച്ചി? 15 മിനിറ്റ് കഴിയുമ്പോൾ KSRTC വരും. അതിന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് പോകാം. പ്രസന്ന ചേച്ചി എപ്പോഴും ഇങ്ങനെ മുളിയണക്കിട്ട് കാര്യമില്ല. സർക്കാർ നമുക്ക് സൗജന്യം തന്നിട്ടില്ലേ? ഇടയ്ക്ക് ഒരു ട്രിപ്പൊക്കെ പോകാം. ഉവേ മുട്ടുവേദന കൊണ്ട് പടി കയറാൻ മേലാത്ത ഞാനാ ഇപ്പൊ ബസ്സേ കയറി പോകാൻ പോണത്. 2 ആഴ്ചയല്ലോ ഈ പുളിയും കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇത് നേരെ ഉണക്കി തീർന്നില്ലേ? എടി വെയില് വേണ്ടടി ഉണങ്ങാനായിട്ട്. എടി ആശയശാലിയും കൂടി ഇപ്പൊ ടിക്കറ്റ് എടുക്കാത്ത ബസ്സിനങ്ങ് പോയതേ ഉള്ളു. എന്റെ ചേച്ചി ആ സൗജന്യ ബസ് യാത്രയുടെ ഉദ്ഘാടന ചടങ്ങൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. ചേച്ചി പായസമൊക്കെ ഇഷ്ടം പോലെയാണ് ഉണ്ടാക്കി കൂട്ടിയത്. കൂടുതലായിട്ട് മന്ത്രിയുടെ തലവരെയും കോഴി ഒഴിച്ചു. അവർക്കൊക്കെ എന്തോ ആവാല്ലാടി. സലി സൗജന്യ യാത്ര വരുമ്പോ അമ്മ ഗുരുവായൂർ പോണെന്ന് പറഞ്ഞിട്ട് പോയാ? പോയി ചേച്ചി. പോയിട്ട് 3ാമത്തെ ദിവസമാണ്. പക്ഷെ വണ്ടി മാറി കേറി കൊടുങ്ങല്ലൂര് വരെ ആയിട്ടുള്ളു. എന്താടി 3 പേരും കൂടി ചർച്ച? ഞങ്ങൾ സൗജന്യം കിട്ടുന്ന ബസിന്റെ കാര്യം പറയായിരുന്നേ. ഇമ്മാതിരി ഒരു കളിപ്പു. ഞാൻ കയറിയ ബസ്സിനകത്ത് എന്നെ കൊണ്ട് പൈസ അടുപ്പിച്ചു. ചേച്ചി പേര് നോക്കിയാണോ കേറിയത്? ഫ്രീ കിട്ടണ ബസ്സിനകത്തൊക്കെ സഹധർമ്മിണി എന്ന് എഴുതിയിട്ടുണ്ട്. സഹധർമ്മിണിയാ? പ്രിയദർശിനി. നല്ല കളിയായി. വായിക്കാൻ അറിയാമെങ്കിൽ വേണ്ട. മോഹൻലാലാണോ പ്രിയദർശനാണോന്നറിയാം. ചേച്ചി വീട്ടിൽ ചേട്ടനൊക്കെ പിണങ്ങിയിരിക്കുകയാണ്. എന്ത് പറ്റിയടി? KSRTC നഷ്ടത്തിലായിട്ട് സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്ര കൊടുത്തു. ബിവറേജ് ലാഭത്തിലായിട്ടും ചേട്ടൻ ഒരു പൈന്റ് പോലും കൊടുത്തില്ലെന്ന്. കഴിഞ്ഞ ദിവസം എന്റെ മകള് വീട്ടിൽ പറയേ, അമ്മ നമുക്ക് ട്രിപ്പ് കൂടെ ഓണാക്കണമെന്ന്. ചെല്ലടി ഇപ്പൊ ഓഫാകാറായി ഇരിക്കണവര് വരെ ഓണാണ്. ഇവിടുന്ന് ഒരാളെ കുളിച്ചൊരുങ്ങി രാവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. ഫ്രീ ആയതുകൊണ്ടേ ഭക്തി വന്നിരിക്കേ. ഇതുവരെയും കണ്ടില്ല. ഒന്നിങ്ങോട്ട് വന്നേടി. വിഷ്ണുവേ ഒന്നിന്ന് നോക്കിക്കേ, അച്ഛമ്മക്ക് എന്താ പറ്റി? അച്ഛമ്മക്കേണ്ട് പറ്റിയെന്ന്. എന്താ അച്ഛമ്മ എന്ത് പറ്റി? എന്ത് പറ്റാൻ? ഒരു 350 രൂപയായിട്ട് വന്നേ. 150 രൂപ എന്നാത്തിന്? പ്രിയദർശിനി നോക്കി നിന്നിട്ട് ഒരു ഒറ്റ വണ്ടിയും വന്നില്ല. പിന്നെ ഞാനൊരു ഓട്ടോയും വിളിച്ച് ഇങ്ങോട്ട് പോകുന്നു. 20 രൂപ ലാഭിക്കാൻ വേണ്ടി 350 ഓട്ടക്കാശ്. അത് കൊള്ളാം. നാളെ നേരം വിളിച്ചിട്ട് വേണം കൊട്ടിയൂര് പോകാൻ. ഭഗവാനെ.